ഇന്ത്യയിലെ 3 മഹാപ്രസ്ഥാനങ്ങളുടെ 100-ാം വാർഷികം 2025 ആഘോഷിക്കുകയോ ആചരിക്കുകയോ ചെയ്തു. അതിലൊന്നാമത്തത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാങ്കേതികമായി സ്ഥാപിക്കപ്പെട്ടത് വിദേശ രാജ്യത്താണ്, സോവിയറ്റ് യൂണിയനിലാണ്. ഒരു ചെറിയ ഘടകമുണ്ടായി എങ്കിലും അതിൻ്റെ 7 പേരടങ്ങുന്ന ഒരു ഘടകമാണ്. ആ ഘടകത്തിൻ്റെ ആൾക്കാരൊക്കെ ഇന്ത്യയിലേക്ക് എത്തി, അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അവർ പ്രവർത്തിച്ച് മുന്നണിയിലുണ്ടാക്കാൻ ശ്രമിച്ച സ്ഥലത്തൊക്കെ ഗൂഢാലോചന കേസുണ്ടാക്കി. അങ്ങനെയാണ് പെഷവാറും കാൺപൂരും ഒക്കെ ഉണ്ടായത്. അവർ അറസ്റ്റിലായി. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സമ്മേളനം ചേരുന്നത് 925 കാൺപൂരിൽ 22 ഡിസംബറിലാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ 925 ആയപ്പോഴേക്കും 2025 ആയപ്പോഴേക്കും 100 കൊല്ലമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർഷകരെയും തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും വനിതകളെയും എഴുത്തുകാരെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. തുടർന്ന് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും പങ്കെടുത്തുകൊണ്ടിരുന്നത്. 950 പാർലമെൻ്ററി ജനാധിപത്യ പാത സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. പാർലമെൻറ്റിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി മാറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പ് 57 കേരളത്തിൽ മന്ത്രിസഭ രൂപീകരിക്കാനായി. 67 അത് ആവർത്തിച്ചു. 70 ആയപ്പോഴേക്കും ബംഗാളിൽ വന്നു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഇടതു പാർട്ടികൾ യോജിച്ചുകൊണ്ട് ജ്യോതിബാസു ഉപമുഖ്യമന്ത്രിയായി മന്ത്രിസഭ വന്നു. തുടർന്ന് തെരഞ്ഞെടുപ്പുകളിൽ 77 മുതൽ 35 വർഷക്കാലം തുടർച്ചയായിട്ട് ബംഗാൾ ഭരിച്ചു. ഇടയ്ക്ക് വീണ്ടും ത്രിപുരയിൽ കിട്ടി. കേരളത്തിൽ ഏതാണ്ട് 980-കൾ മുതൽ 5 കൊല്ലം കൂടുമ്പോൾ മാറി മാറി ഇടതുപക്ഷം ഭരിക്കാനുള്ള അവസരം കിട്ടി. 2016 മുതൽ 10 കൊല്ലം തുടർച്ചയായിട്ടും ഭരിക്കാൻ അവസരം കിട്ടി. എന്നാൽ ഇന്നത്തെ 100 കൊല്ലം തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താ? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇടതോ വലതോ എന്നുള്ള വ്യത്യാസത്തിലേക്ക് ഞാൻ വിടുന്നു. കാരണം വലിയ വ്യത്യാസങ്ങളില്ല. അത് CPI ആയാലും CPM ആയാലും അവരുടെ നിലപാടുകളിൽ പാർലമെൻ്ററി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന പാർട്ടികൾ എന്നുള്ള നിലയ്ക്ക് അതിൽ വ്യത്യാസം നമ്മളിപ്പോൾ കണ്ടെത്താൻ ശ്രമിക്കേണ്ടതില്ല. ഒരുമിച്ച് മുന്നണിയിൽ മത്സരിക്കുകയാണ്. ഇന്ന് ഒരു സംസ്ഥാനത്തിൽ പോലും ഭരണമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കുന്നു. വൻതോതിൽ അണികളുടെ ചോർച്ച സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഹാർട്ട് ലാൻഡ് എന്ന് പറയാവുന്ന ഉത്തരേന്ത്യയിലും മധ്യ ഇന്ത്യയിലും അവർക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടില്ല. കർഷകരുടെയും തൊഴിലാളികളുടെയും പിന്തുണ ചില പോക്കറ്റുകളിൽ സമ്പാദിക്കാൻ സാധിച്ചതല്ലാതെ വിശാലമായ കാർഷിക മേഖലയിൽ അവർക്ക് സ്ഥാപിക്കാൻ സാധിച്ചില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാമമാത്രമായിട്ട് ചുരുങ്ങി 100 കൊല്ലം തികഞ്ഞു എന്ന് അഭിമാനിക്കാമല്ലാതെ അഹങ്കരിക്കാനുള്ള ഒരു വകയും കാണുന്നില്ല. രണ്ടാമത്തത് 925 തമിഴ്നാട്ടിൽ EV രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിലുള്ള ദ്രാവിഡ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. സ്വയം മര്യാദ പ്രസ്ഥാനം എന്ന് പറയുന്ന സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് തുടങ്ങിയത്. കുടി അരശ് എന്ന വാരിക തുടങ്ങിയത്. ആ ദ്രാവിഡ പ്രസ്ഥാനമാണ് പിന്നീട് ദ്രാവിഡ മുന്നേറ്റ കഴകമായി മാറിയത്. അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 967 തമിഴ്നാട്ടിൽ മത്സരിച്ചു. കോൺഗ്രസിനെ തോൽപ്പിച്ചു. അതിനുശേഷം ഇന്നേ വരെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച് മന്ത്രിസഭ രൂപീകരിക്കാൻ തമിഴ്നാട്ടിൽ സാധിച്ചിട്ടില്ല. DMKയുടെ ഏതെങ്കിലും ഒരു കഷണമോ ആയിരുന്നു തമിഴ്നാട് 2026 വരെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊന്ന് അവസാനിച്ചു. TVK എന്ന് പറയുന്ന പുതിയ പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നു. അവർക്ക് ഭരണം കിട്ടിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ DMKയുടെ ഭരണവും അവസാനിച്ചു. 100 കൊല്ലത്തെ അഭിമാനം അവർക്കും വലിയ ചേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല. തമിഴ്നാടിന് പുറത്തേക്ക് വ്യാപിക്കാനും ദ്രാവിഡ സ്ഥാനിലേക്ക് പോകാനും അവർക്ക് സാധിച്ചില്ല. മൂന്നാമത്തത് സംഘപരിവാറാണ്. 925 ഒക്ടോബറിലെ വിജയദശമി നാളിലാണ് സ്ഥാപിക്കപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ദ്രാവിഡ പാർട്ടികളോ പങ്കെടുത്തതുപോലുള്ള സമരങ്ങളിലൊന്നും അവർ പങ്കെടുത്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനമായിട്ടും 4 സമര മുന്നണികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ജന്മി വിരുദ്ധ കർഷക സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ജാതി വിരുദ്ധ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങളിൽ നാടുവാഴിത്ത വിരുദ്ധ ഉത്തരവാദ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ 4 സമരങ്ങളിൽ പങ്കെടുത്തതിൻ്റെ പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവകാശപ്പെടാം. തമിഴ്നാട്ടിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ അവർ ദ്രാവിഡ പ്രസ്ഥാനം പങ്കെടുത്തിട്ടുണ്ട്. അബ്രാഹ്മണ പ്രസ്ഥാനം ജാതി വിരുദ്ധ പ്രസ്ഥാനമാണ്, അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഭൂപരിഷ്കാരം നടപ്പിലാക്കി കർഷക പ്രസ്ഥാനത്തിൽ അവർ ഇടപെട്ടിട്ടുണ്ട്.
എന്നാൽ 1925 സ്ഥാപിക്കപ്പെട്ട RSSO അതൊരു സാംസ്കാരിക സംഘടനയായിട്ടാണ് രംഗത്ത് വന്നത്. നേരത്തെ പറഞ്ഞ 4 സമരങ്ങളിലും അവർ പങ്കെടുത്തിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, ജന്മിവിരുദ്ധ സമരങ്ങളിൽ പങ്കെടുത്തിട്ടില്ല, ഉത്തരവാദിത്വ ഭരണത്തിനു വേണ്ടി നാട്ടുരാജ്യങ്ങളിൽ സമരത്തിൽ ഏർപ്പെട്ടിട്ടില്ല, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിലും പങ്കെടുത്തിട്ടില്ല. പക്ഷേ 100 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഒരിടം നേടാൻ സാധിച്ചിരിക്കുന്നു. എങ്ങനെയാണത് സാധിച്ചത്? രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അല്ലാതെ RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് എങ്ങനെയാണ് ഇന്ത്യൻ മനസ്സുകളിൽ വേരോട്ടമുണ്ടാക്കാൻ സാധിച്ചത്? അത് പ്രധാനമായിട്ടും സാംസ്കാരിക രംഗത്തെ പ്രവർത്തനത്തിലൂടെയാണ് എന്നവർ അവകാശപ്പെടുന്നു. ഒരു സൂക്ഷ്മതല സാംസ്കാരിക പ്രവർത്തനം, മോളിക്കുലാർ കൾച്ചറൽ ആക്ടിവിറ്റി എന്നാണ് ഐജാസ് അഹമ്മദ് പറയുന്നത്. സൂക്ഷ്മതലത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനം. 925 മുതൽ 48 വരെയുള്ള RSSൻ്റെ പ്രവർത്തനം നിശബ്ദമായിരുന്നു. ചിട്ടയായ ശാരീരിക പരിശീലനവും കർശനമായ സൈദ്ധാന്തിക പഠനവും അത്തരത്തിലുള്ള കേഡർമാരെ, സന്നദ്ധ സംഘത്തെയാണ് അവരുണ്ടാക്കിയത്. 48-ൽ ഗാന്ധിജിയുടെ വധത്തിൽ അവർ ഭാഗവാക്കുകളാണെന്നുള്ള ഒരു സംശയം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ നിരോധിച്ചു. നിരോധനം പിൻവലിക്കുന്നതിന് അവർ എഴുതി കൊടുത്ത് ഞങ്ങൾ സാംസ്കാരിക സംഘടനയാണ്, മറ്റൊരു പ്രവർത്തനവും ഞങ്ങൾ നടത്തുകയില്ല എന്നാണ്. ഇപ്പോഴും RSS പ്രവർത്തിക്കുന്നത് രജിസ്ട്രേഡ് സംഘടനയായിട്ടല്ല, ഒരു സാംസ്കാരിക സംഘടനയായിട്ടാണ്. അതിൻ്റെ കീഴിൽ 4000-ലധികം വരുന്ന സംഘടനകളുണ്ട്. അതുകൊണ്ടാണ് സംഘപരിവാരം എന്ന് പറയുന്നത്. ഓരോരോ മേഖലയിൽ അവർ സംഘടനകൾ ഉണ്ടാക്കി ആ സംഘടനകളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ആ സംഘടനകൾ കൊടുക്കുന്ന സംഭാവന കൊണ്ടാണ് ഇവരുടെ കാര്യാലയം പ്രവർത്തിച്ചു വരുന്നത്. 950-ൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും പാർലമെൻ്ററി തിരഞ്ഞെടുപ്പ് വരികയും ചെയ്തപ്പോൾ RSSന് മത്സരിക്കാൻ നിവൃത്തിയില്ല. കാരണം അവർ സാംസ്കാരിക സംഘടനയാണ്. അതുകൊണ്ട് അവരുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ജനസംഘം. 51-ലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 52 ജനുവരി മാസത്തിൽ ലോക്സഭ നിലവിൽ വന്നപ്പോൾ അവർക്ക് 3 അംഗങ്ങളാണ് അതിലുണ്ടായിരുന്നത്. 67-ൽ അവരുടെ അംഗസംഖ്യ 19ആയി. 77-ൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായുള്ള സമരത്തിൽ അവർ നേതൃത്വം കൊടുക്കുകയും വമ്പിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ 46-ൽ നെഹ്റുവിൻ്റെ നേതൃത്വം തുടങ്ങിയ ഇടക്കാല ഗവൺമെൻറ് മുതൽ 77 വരെ ഇന്ത്യയിൽ തുടർച്ചയായി ഭരിച്ചിരുന്ന പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 77-ൽ അവർക്ക് പരാജയം സംഭവിച്ചു. മറുഭാഗത്ത് 7-8 പാർട്ടികൾ കൂടിച്ചേർന്നുണ്ടാക്കിയ മുന്നണി ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. അതിലെ മുഖ്യ ഘടകകക്ഷി ജനസംഘമായിരുന്നു. അവർക്കന്ന് 94 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതായത് രാഷ്ട്രീയ മുന്നണിയായിട്ട് ജനസംഘവും 77-ന് ശേഷം അത് പിരിച്ചുവിട്ടതിന് ശേഷം BJP ആയിട്ടുമാണ് പ്രവർത്തിക്കുന്നത്. 99-ൽ അല്പകാലത്തേക്കും 99-ൽ 5 കൊല്ലക്കാലത്തേക്ക് തുടർച്ചയായിട്ടും 2014 മുതൽ ഇന്നേ വരെ തുടർച്ചയായിട്ടും BJPക്ക് ഭരിക്കാനുള്ള അവസരം കിട്ടിയത് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയല്ല, സൂക്ഷ്മതല സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയാണ്. അതിനവർ പറയുന്ന പേര് കൾച്ചറൽ നാഷണലിസം എന്നാണ്. അത് കേരളത്തിലും ഇന്ത്യയിലും ചിട്ടയായി അവർ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചതുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഇന്ത്യയിൽ പാർലമെൻറ്റിൽ ഭരണകർത്താക്കളാകാൻ സാധിച്ചതും കേരളത്തിലും ഇപ്പോൾ UDFന് അധികാരത്തിലെത്താൻ സഹായിച്ചതിൻ്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയത്തിൻ്റെ പ്രകടനം കൂടിയാണെന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടത്തിൽ മാർക്സിൻ്റെ മരണശേഷമാണ് സാമ്രാജ്യത്വം എന്ന പ്രതിഭാസം മുതലാളിത്തത്തിന് ഉയർന്നു വന്നതായിട്ട് ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നത്. അതിനെക്കുറിച്ച് ചിട്ടയായ പഠനം നടത്തിയത് ലെനിനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏപ്രിൽ തീസിസുകളിൽ അദ്ദേഹം അതിന് പറഞ്ഞ പേരാണ് സാമ്രാജ്യത്വം മുതലാളിത്തത്തിൻ്റെ വികസിത രൂപം, ഹയസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം എന്നാണ്. ആ സാമ്രാജ്യത്വ ഘട്ടത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിൻ്റെ പരാജയത്തെ തുടർന്നാണ് പഴയ സാമ്രാജ്യങ്ങൾ തകരുകയും അവിടെ ഫാസിസം വളരുകയും ചെയ്തത്. ഫാസിസം വളരുകയെന്ന് വെച്ചാൽ സാമ്രാജ്യത്വം അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അതായത് കോർപ്പറേറ്റിസത്തിലേക്ക് പ്രവേശിച്ചു. അത് മുസോളിനി പറഞ്ഞു, കോർപ്പറേറ്റുകളും ഭരണകൂടവും തമ്മിലുള്ള ഐക്യമാണ് ഫാസിസം എന്ന്. എന്നാൽ 45-ൽ അത് പരാജയപ്പെട്ടു പോയി.
സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം 1990കളിൽ കോർപ്പറേറ്റിസം വിശദമായി മുന്നോട്ട് വരുന്നു, ശക്തമായി മുന്നോട്ട് വരുന്നു. സാമ്രാജ്യത്വം മുന്നോട്ട് വെച്ചത് ശക്തമായ ഭരണകൂടങ്ങളെയാണ്. എന്നാൽ കോർപ്പറേറ്റിസം മുന്നോട്ട് വയ്ക്കുന്നത് ദുർബലമായ ഭരണകൂടങ്ങളെയാണ്. ലോകം ഭരിക്കേണ്ടത് കമ്പനികളാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞ് സാമ്രാജ്യത്വം മുന്നോട്ട് വെച്ച പാർലമെൻ്ററി ജനാധിപത്യം കഴിവ് കെട്ടവരുടെ ഭരണമാണ്. കഴിവുള്ളവരുടെ ഭരണമെന്ന് പറയുന്ന മെറിറ്റോക്രസി, ഡെമോക്രസിക്ക് പകരം മെറിറ്റോക്രസിയാണ് വരേണ്ടത്. ആ മെറിറ്റോക്രസിയുടെ ഭരണമാണ് ഇന്ത്യയിൽ ലോകമാതൃക വരേണ്ടത്. അങ്ങനെ കമ്പനികൾ, മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ വരുന്നു. അപ്പോൾ 1990കൾ മുതൽ ലോക സാഹചര്യത്തിൽ പുതിയൊരു പ്രതിഭാസം പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്ക് നിരീക്ഷിക്കാം. 1870കൾ തൊട്ട് സാമ്രാജ്യത്വം വികസിച്ചു വന്നു എന്നതുപോലെ 1990കൾ മുതൽ കോർപ്പറേറ്റിസം വികസിച്ചു വന്നതായി കാണാം. ആ കോർപ്പറേറ്റിസം എന്നാണ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കുത്തകകൾ, ഇന്ത്യക്കകത്ത് ഭരണത്തെ നിയന്ത്രിക്കുന്ന അദാനിയും അംബാനിയും പോലുള്ള കുത്തകകൾ, ലോക സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് അവർ കരകയറാൻ ശ്രമിക്കുമ്പോൾ അവരിടപെടുന്നത്, ഇന്ത്യയുടെ ഭരണത്തിൽ അവർക്ക് കൈമുറുക്കാൻ സാധിക്കുന്നത്, കോർപ്പറേറ്റുകളുടെ കടം എഴുതിത്തള്ളുന്നത്, ഇവർക്കെല്ലാം സഹായങ്ങൾ ചേർക്കുന്ന ഭരണമായി, കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണമായി കേന്ദ്രം മാറുമ്പോൾ ഒരു സംസ്ഥാനമായ കേരളത്തിനോ ബംഗാളിനോ മാത്രം പിടിച്ചു നിൽക്കാനാവില്ല. കാരണം 2014 സംഘപരിവാർ അല്ലെങ്കിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം അവർ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഭരണകൂടത്തിൻ്റെ കേന്ദ്രീകൃതമായ ഒരു പ്രവർത്തനമാണ്. ഇന്ത്യൻ ഭരണഘടനയെ ഉപയോഗിച്ചുകൊണ്ട് നിയമവിധേയമായിട്ടു തന്നെയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ആദ്യത്തേത് GST നടപ്പിലാക്കുക എന്നതാണ്. ഇന്ത്യയെ ഒരു ഏകീകൃത ഒറ്റ കമ്പോളമാക്കി ഒറ്റ നികുതി വ്യവസ്ഥ കൊണ്ടുവന്നു. സംസ്ഥാനങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല, അധികാരവുമില്ല. നികുതി പിരിച്ചാൽ കേന്ദ്രം കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കാമെന്നവർ പറഞ്ഞു. ആദ്യം കുറച്ച് കൊടുത്തു, പിന്നെ കൊടുത്തില്ല. സംസ്ഥാനത്തെ നികുതി പിരിവിൽ പോലും കേന്ദ്രത്തിന് ഇടപെടാൻ തക്കവണ്ണം GSTയുടെ സ്വഭാവം മാറി. അപ്പോൾ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ശേഷി, സാമ്പത്തികമായ നിലനിൽപ്പ് അപകടത്തിലാകുന്നു. രണ്ടാമത്തത് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെൻറ്റ് ആക്റ്റാണ്. പൗരത്വ ഭേദഗതി നിയമം 1919 കൊണ്ടുവന്നു. ഒറ്റ രാഷ്ട്രം, ഒറ്റ പൗരത്വം, അങ്ങനെ ഒരു നിയമത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പല കാര്യങ്ങളും ഭരണഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റി. 370 വകുപ്പ് അനുസരിച്ച് റദ്ദാക്കിക്കൊണ്ട് കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കി. അങ്ങനെ കാശ്മീരിനുണ്ടായിരുന്ന ഭരണഘടനാ പരിഷത്ത് ഇല്ലാതാക്കുകയും, ഇതെല്ലാം ഭരണഘടനയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിയമമായാലും സെൻസസ് നടപ്പിലാക്കുന്ന കാര്യത്തിലായിരുന്നാലും അവർക്ക് കേന്ദ്രീകൃതമായി കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചിരിക്കുന്നു. പക്ഷേ ജനങ്ങളുടെ എതിർപ്പ് വരുന്നില്ല. എന്തുകൊണ്ട് എതിർപ്പ് വരുന്നില്ല? ജനങ്ങളുടെ സമ്മതി നേടാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു. അത് വോട്ടിൽ മാത്രമല്ല, വോട്ടെടുപ്പിലൂടെ മാത്രമല്ല അവർക്ക് ആ സമ്മതി ഉണ്ടാക്കാൻ സാധിച്ചത്. നിരവധി പ്രശ്നങ്ങളിലൂടെ, നിരവധി കാര്യങ്ങളിലൂടെ അവർക്കത് സാധിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ അടിസ്ഥാന പ്രശ്നം ജാതിയാണ്. ആ ജാതി പ്രശ്നത്തിനകത്ത് മാത്രമേ മതത്തിൻ്റെ പ്രശ്നം വരികയുള്ളൂ. ലോകത്തുള്ള എല്ലാ മതങ്ങൾക്കും ഇന്ത്യയിൽ അനുയായികളുണ്ട്, ഘടകങ്ങളുമുണ്ട്. ഇന്ത്യയിലില്ലാത്ത ഒരു മതവും ലോകത്തിലില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇന്ത്യയിലെ മതമല്ല, ജാതിയാണ്. 1925 സംഘപരിവാർ രൂപീകൃതമാകുന്നത് മുതൽ 50 വരെ അവർക്കൊരു മോഹമുണ്ടായിരുന്നു, ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനായിട്ട് നാട്ടുരാജ്യങ്ങളെ ഉപയോഗിക്കാമെന്ന്. അതിലേക്ക് വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നരേന്ദ്രമണ്ഡലം എന്ന് പറഞ്ഞ ഓൾ ഇന്ത്യ പ്രിൻസസ് ചേംബർ, അതിൽ ഭൂരിപക്ഷം രാഷ്ട്രങ്ങൾ ഹിന്ദു രാഷ്ട്രങ്ങൾ, തിരുവിതാംകൂർ, കൊച്ചി, മൈസൂർ, കാശ്മീർ, ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് 2 ഇന്ത്യ ഉണ്ടാക്കാനാണ് ഒരു പ്ലാനിട്ടത്. ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യയും മറ്റത് ഹിന്ദു ഇന്ത്യയും, നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യ. പക്ഷേ നാട്ടുരാജ്യങ്ങളെ ബലം പ്രയോഗിച്ച് ഇന്ത്യയിൽ ലയിപ്പിച്ചപ്പോൾ ആ മോഹം പോയി. മോഹം പോയപ്പോൾ ഒരു പാർലമെൻ്ററി പാത സ്വീകരിക്കാൻ തീരുമാനിച്ചു. പാർലമെൻ്ററി പാത സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ഒരാളിന് ഒരു വോട്ട് എന്ന സിദ്ധാന്തം വരികയും ചെയ്തപ്പോൾ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾ ആരാണെന്നൊരു ചോദ്യം സൈദ്ധാന്തികമായി തന്നെ വന്നു. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പാഴ്സികളും സിഖുകാരുമല്ലാത്ത ഇന്ത്യക്കാർ ആരാണ്? അവരെ എന്ത് പേരിട്ട് വിളിക്കും? അവരെല്ലാം ഹിന്ദുക്കളാണ് എന്ന് ഇവർ പ്രചരിപ്പിച്ചു. അവരുടെ രാഷ്ട്രീയമാണ് ഹിന്ദുത്വം. 1923 സാവർക്കർ എഴുതിയ ആരാണ് ഹിന്ദു, എന്താണ് ഹിന്ദുത്വം എന്ന ലഘുലേഖ മുതൽ പിന്നീട്
ബഞ്ച് ഓഫ് തോട്ട്സും വിചാരധാരയും മുതൽ ഇങ്ങോട്ടുള്ള നിരവധി കൃതികളിലൂടെ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളും മുസൽമാനുകളും ന്യൂനപക്ഷമാണ് എന്നാണ്. ആ ഹിന്ദു ബോധം രൂപീകരിക്കുന്നതിൽ നിർമ്മിക്കുന്നതിലുമാണ് സംഘപരിവാർ ശ്രമിച്ചത്. അതിനവർക്ക് മുൻഗാമികളായിട്ട് തിലകനുണ്ട്, വിവേകാനന്ദനുണ്ട്, അരവിന്ദ ഘോഷുണ്ട്, സ്വാമി ദയാനന്ദ സരസ്വതിയുണ്ട്. അവരെല്ലാം ഹിന്ദു ഹിന്ദു എന്ന പദപ്രയോഗം പറഞ്ഞു. അവർ പറഞ്ഞ ഹിന്ദു ബോധമല്ല സംഘപരിവാറിൻ്റെ ഹിന്ദു ബോധം, അഥവാ സംഘപരിവാറിൻ്റെ ഹിന്ദു ബോധമല്ല വിവേകാനന്ദൻ്റെ ഹിന്ദു ബോധമെന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാൻ വേറെ നടക്കണം. പക്ഷേ അവർക്കത് വിജയിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ ഇന്ത്യയിലെ ആദിവാസികളെയും ഗോത്രവർഗക്കാരെയും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പട്ടികജാതി പട്ടികവർഗക്കാരെയും ഹിന്ദുവാണ് എന്നുള്ള ബോധമുണ്ടാക്കാൻ ജയിച്ചു. ആ ബോധമുണ്ടാക്കിയാണ് അവർ വോട്ടിൽ വിജയിക്കുന്നത്, അവരുടെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് UDFൻ്റെ വിജയമായിട്ടല്ല നമ്മൾ കാണേണ്ടത്, അത് സംഘപരിവാറിൻ്റെ വിജയമായിട്ട് കാണണം. നിയമസഭയിൽ അവർക്ക് 3 സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയുന്നത് കേവലം മാത്രമാണ്, കേവലമായൊരു കണക്കിൻ്റെ കളി മാത്രമാണ്. ജനങ്ങളിൽ ഭൂരിപക്ഷം എങ്ങനെ ചിന്തിക്കുന്നു? അതിവേഗം മധ്യവർഗവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. പിറന്നു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും പള്ളിക്കൂടത്തിൽ പോകാനുള്ള സൗകര്യം കേരളത്തിലുണ്ട്. 12ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം സൗജന്യമാണ്. കഴിഞ്ഞ സ്ഥാനമൊഴിഞ്ഞ പരാജയപ്പെട്ടു പോയ മന്ത്രിസഭ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഡിഗ്രി കോഴ്സുകളിലെയും ഫീസ് ഒഴിവാക്കും, സൗജന്യമാണെന്ന്. എന്ന് വെച്ചാൽ ബിരുദ പഠനം വരെ സൗജന്യമാക്കുന്നു. അപ്പം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണ് കേരളം. പക്ഷേ ആ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേരളം സമ്പൂർണ്ണമായി പ്രബുദ്ധത കൈവരിച്ചോ എന്ന ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഗ്രാമീണ മേഖല 5 കാര്യങ്ങളിൽ നഗരവൽക്കരിക്കപ്പെട്ടു. അർബനൈസേഷൻ ഓഫ് റൂറൽ കേരള എന്ന് പറയാം. ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടു. നഗരത്തിലുള്ള ഗതാഗത സൗകര്യം ഇപ്പം നാട്ടിൻപുറത്തുമുണ്ട്. ഫ്യൂവൽ സ്റ്റേഷനുകളുണ്ട്, നഗരത്തിലേക്ക് ബസ്സുകളുണ്ട്, അല്ലെങ്കിൽ ബസ്സിന് സമാന്തരമായിട്ടുള്ള സർവീസുകൾ വേറെയുണ്ട്. 2 വിദ്യാഭ്യാസ സൗകര്യം. പണ്ട് നഗരങ്ങളിൽ മാത്രമുണ്ടായിരുന്ന കോളേജുകളുടെ പകരക്കാരനായ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ എല്ലാ പഞ്ചായത്തിലും 1ഓ 2ഓ സ്ഥാനങ്ങളിലുണ്ട്. മുഴുവൻ പേർക്കും വീട്ടിൽ നിന്ന് പോയി പഠിക്കാനുള്ള സൗകര്യം കിട്ടുന്നു. 3 ആരോഗ്യ സംവിധാനം. പഴയ PHCകളെല്ലാം ഇപ്പോൾ ഫാമിലി ഹെൽത്ത് കേന്ദ്രങ്ങളായി, അല്ലെങ്കിൽ തന്നെ അൺഎയ്ഡഡ് ആശുപത്രികൾ വന്നു. ജനങ്ങൾക്ക് ആരോഗ്യ കാര്യങ്ങളിൽ ബോധമുണ്ടായിരിക്കുന്നു. ആരോഗ്യ പരിരക്ഷ കിട്ടുന്നു എന്നല്ല പ്രശ്നം, ജനങ്ങൾക്ക് എങ്ങനെ ചികിത്സിക്കണമെന്നുള്ള ബോധമുണ്ടായിരിക്കുന്നു. ആരോഗ്യ സാക്ഷരത കിട്ടിയിരിക്കുന്നു. ഒരു പനി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് പനി പിടിച്ചവൻ അറിയാം. പണ്ട് മന്ത്രവാദിയുടെ അടുത്താണ് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ ഡോക്ടറെ അടുത്താണ് പോകേണ്ടത് എന്ന തിരിച്ചറിവിലേക്ക് അവൻ എത്തിയിരിക്കുന്നു. ആ കോൺഷ്യസ്നെസ്, ആ ബോധം അവനുണ്ടായിരിക്കുന്നു. 4മത്തത് പൊതുവിതരണമാണ്. റേഷൻ ഷാപ്പുകളുടെ പുതിയ പേര് മാറി ആണ് പൊതുവിതരണ കേന്ദ്രമായിരിക്കുന്നു. ആ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള പൊതുവിതരണ കേന്ദ്രങ്ങൾ ഇല്ലെങ്കിൽ പോലും സൂപ്പർ മാർക്കറ്റുകളും മറ്റ് വസ്തുക്കൾ വിൽക്കുന്ന, ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകളും നാട്ടിൻപുറത്തുണ്ടായിരിക്കുന്നു. പണമുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിച്ച് ഭക്ഷണം കഴിക്കാം. പട്ടിണി എന്നൊരു സാധനമില്ല. 5മത്തത് വാർത്താ വിതരണമാണ്. പണ്ട് പോസ്റ്റ് ഓഫീസും മറ്റേ ടെലിഫോണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ടവറുകൾ വന്നു. എല്ലാ ഗ്രാമങ്ങളിലും വയലുകളിലും ടവറായി, മൊബൈൽ സർവീസായി. അങ്ങനെ ഈ 5 കാര്യങ്ങളിൽ ഗ്രാമീണ കേരളം നഗരവൽക്കരിക്കപ്പെട്ടപ്പോൾ ആ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മനുഷ്യർ മധ്യവർഗമായി മാറി. ആ മധ്യവർഗത്തിൻ്റെ മോഹം ഉപരിവർഗമാകാനാണ്. ഇന്നത്തെ സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാവർക്കും ഉപരിവർഗമാകാൻ സാധിക്കുകയില്ല. അപ്പോൾ മോഹഭംഗം വന്നു. ഈ മധ്യവർഗ മോഹത്തെയാണ് ദൈവത്തിൻ്റെ പേരിലും ആചാരത്തിൻ്റെ പേരിലും അനുഷ്ഠാനത്തിൻ്റെ പേരിലും സംഘപരിവാർ കൂട്ടുകൂടി സംസ്കാരം എന്ന് വെച്ചാൽ ഇതാണ് എന്ന പേരിൽ സംഘടിപ്പിച്ചത്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം ഒരു വിദ്യാലയത്തിലുള്ള ക്ലാസ് മുറിക്കുള്ളിലോ, ഒരു കുടുംബ സദസ്സിൽ അകത്തോ, ഒരു സർക്കാർ ആപ്പീസിലോ, ഒരു പൊതുവേദിയിലോ പരസ്യമായി പറയാൻ പാടില്ലാത്ത കാര്യം കൊടുങ്ങല്ലൂർ ഭരണിക്ക് വഴിനീളം വിളിച്ചു പറയുന്നതിൻ്റെ സ്ഥിതി എന്താണ്? അതിൻ്റെ സംസ്കാരം എന്താണ്? പള്ളിക്കൂടത്തിൽ പറയാൻ പറ്റാത്ത പച്ചത്തെറിയാണ് കൊടുങ്ങല്ലൂർ ഭരണിയുടെ പേരിൽ പാടുന്നതാരാ? അഭ്യസവിദ്യരായ ആണും പെണ്ണും കൂടിയാണ് വാളും ചിലമ്പ് വേദി കൊണ്ട് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നത്. ആ സാംസ്കാരിക ദേശീയതയെ നമ്മൾ അംഗീകരിക്കണമോ
ആ സാംസ്കാരിക ദേശീയതയ്ക്ക് ബദലായ ഒരു രാഷ്ട്രീയ ദേശീയതയെ, ഒരു പൊളിറ്റിക്കൽ കൾച്ചറിനെ അല്ലെങ്കിൽ കൾച്ചറൽ പോളിറ്റിക്സിനെ നമ്മൾ കൊണ്ടുവരണമോ എന്നുള്ളതാണ് കേരളത്തിലെ മധ്യവർഗം ചിന്തിക്കേണ്ട കാര്യം. തൊഴിലാളി വർഗത്തിലെ ഒരു വിഭാഗം പോലും മധ്യവർഗവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന് LDFിനുണ്ടായ പരാജയത്തിൻ്റെ പശ്ചാത്തലമെന്ന് ഞാൻ വിചാരിക്കുന്നു. തൊഴിലാളി കർഷക വർഗം പോലും ഭാഗികമായി മധ്യവർഗവൽക്കരിക്കപ്പെട്ടു എന്ന് വച്ചാൽ അർത്ഥം തൊഴിലാളി വർഗ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മധ്യവർഗ ബോധം വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ മധ്യവർഗ ബോധത്തിൻ്റെ ബോധത്തെയാണ് സംസ്കാരത്തിലൂടെ, ഈശ്വരവിശ്വാസത്തിലൂടെ, കൂട്ടപ്രാർത്ഥനകളിലൂടെ സംഘപരിവാറും ഫാസിസ്റ്റ് ശക്തികളും മെച്ചപ്പെടുത്ത അല്ലെങ്കിൽ നിലനിർത്താൻ ശ്രമിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനം വോട്ടിൽ ഉണ്ടായി. കാരണം സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പറയുന്ന ന്യായങ്ങൾ വേറെ തലത്തിലുള്ളതാണെന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപീകൃതമാകുന്നതിന് മുമ്പ് മുതൽ തുടങ്ങിയതാണ് ഈ മാധ്യമങ്ങളുടെ ആക്രമണം. 929 മോൺസിഞ്ഞോർ മുസ്സലീനി എന്ന പേരിൽ ഒരു വർഗീസ്, ഒരു വർക്കി, KP വർക്കി ഒരു കൃതി എഴുതി. മുസോളിനിയുടെ ജീവചരിത്രമാണത്. 29 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. ചില ഘടകകക്ഷി, ചില കഷ്ണങ്ങൾ അവിടെ ഇവിടെ ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അന്ന് അതിൽ പറയുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൻ്റെ ശത്രുക്കളാണ് എന്ന്. 957 അധികാരത്തിൽ വന്ന സർക്കാരിനെ പുറത്തിറക്കിയതാരാ, താഴെ ഇറക്കിയതാരാ? അന്നത്തെ മാധ്യമങ്ങളാണ്, പത്രക്കാരാണ്. ആ പത്രക്കാർ ഇപ്പോഴും സജീവമായിട്ട്, അന്നില്ലാതിരുന്ന ഒരു പുതിയ മേഖലയാണ് ഇലക്ട്രോണിക് മീഡിയ. ആ ഇലക്ട്രോണിക് മീഡിയയുടെ പിന്നിലുള്ളതാരാണ്? കോടീശ്വരന്മാരാണ്, കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റുകളുടെ താല്പര്യം എന്താണ്? തൊഴിലാളി വർഗം പരാജയപ്പെടണമെന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ നിൽക്കുന്ന തൊഴിലാളി വർഗത്തിന് മുൻതൂക്കമുള്ള ഭരണകൂടത്തെ പെടുത്തേണ്ടത് ആരുടെ ആവശ്യം? കോർപ്പറേറ്റുകളുടെ ആവശ്യം. ആ കോർപ്പറേറ്റുകളുടെ ഏറ്റവും ശക്തമായൊരു മീഡിയയായിട്ട് നിൽക്കുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ ഇഞ്ചിഞ്ചായി പറഞ്ഞ് മനുഷ്യൻ്റെ മനസ്സിൽ കാലുഷ്യത്തിൻ്റെ വിത്ത് വിതയ്ക്കുകയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവം ഉണ്ടാവുകയും കമ്മ്യൂണിസ്റ്റുകാരോ ഇടതുപക്ഷക്കാരുടെയോ മനസ്സിൽ തന്നെ ഇടതുപക്ഷത്തെക്കുറിച്ച് സംശയമുളവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിലാണ് 26 തെരഞ്ഞെടുപ്പ് നമ്മൾ നേരിട്ടത്. അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചില്ല. 59 വിമോചന സമരത്തിൻ്റെ സാഹചര്യം ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ 26 ഈ പതനം സംഭവിക്കുമായിരുന്നില്ല. നമുക്ക് ചോർച്ചയുണ്ടായത് എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ നേതൃത്വത്തിന് കഴിയാതെ പോയതാണ് ഈ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ജനങ്ങളിലേക്ക് പോവുക, തൊഴിലാളികളിലേക്ക് പോവുക, കർഷകരിലേക്ക് പോവുക, തൊഴിലരഹിതരായ ചെറുപ്പക്കാരിലേക്ക് പോവുക, വനിതകളിലേക്ക് പോവുക. എഴുത്തുകാരെങ്ങനെ എഴുതണം എന്ന് നമ്മൾ നിർദ്ദേശിക്കേണ്ട, എഴുത്തുകാരോട് യാഥാർത്ഥ്യം കാണാനും അതിനെ പകർത്താനും പറയുക. അങ്ങനെ തൊഴിലാളി വർഗത്തിൻ്റെയും കർഷക വർഗത്തിൻ്റെയും പിന്തുണ നേടിയെടുത്തുകൊണ്ട് മാത്രമേ നമുക്കൊരു തിരിച്ചുവരവ് സാധിക്കുകയുള്ളൂ. അതാണ് രാഷ്ട്രീയത്തിൻ്റെ സംസ്കാരവും സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയവും. സാംസ്കാരിക ദേശീയതയെ നേരിടാൻ അതുമാത്രമേ നമ്മുടെ മുന്നിൽ പോംവഴിയായിട്ടുള്ളൂ.